വെൽക്കം ടു കൊണ്ടാടുള്ളൂസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എന്താ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എളുപ്പത്തിൽ കുറച്ച് സംഭവങ്ങൾ ചെയ്തു വെക്കാൻ പോവാണ്. ഒരു അരമണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുക്കളയിലെ ഒരു 25% നമ്മുടെ പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സംഭവങ്ങൾ നമ്മൾ സെറ്റാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാണ്. നമുക്ക് എപ്പോഴാണ് ആവശ്യം അപ്പെടുക്കാം. അപ്പോൾ അടുക്കളയിൽ അധികം നേരം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും വേണം ചെയ്യാൻ പോകണം. അപ്പോൾ വെളുത്തുള്ളി അറിയാം, നമുക്ക് ചിലവർക്കൊക്കെ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, നീരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പൊള്ളൽ പോലെയൊക്കെ വരും. അത് കൈക്ക് ഭയങ്കര അലർജി കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ വെളുത്തുള്ളിയുടെ അല്ലികളാക്കി എടുക്കണമെങ്കിൽ കത്തിയും കുന്തവും കോലൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു എളുപ്പ വഴി പെട്ടെന്ന്, മറ്റേതാണെങ്കിൽ കത്തിയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഇറക്കി അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വെളുത്തുള്ളിക്ക് മുറിവ് പറ്റും. ഇതൊന്നും പറ്റാതെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അത് ഈ കണ്ട പോലെ തന്നെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കണം. മറ്റേ ആ കല്ലില്ലേ, അതെടുക്കുക. അതെടുത്തിട്ട് ഒരു 2 അടി അതും അങ്ങോട്ട് കൊടുക്കുക. 2 ചത അങ്ങോട്ട് ചതച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആ ഒരു ആണി ഉണ്ടല്ലോ, അതിൽ നിന്ന് അങ്ങ് വിട്ട് നല്ല പൂപ്പ് പോലെ അല്ലി ആയിട്ട് നമ്മുടെ വെളുത്തുള്ളി ഇങ്ങ് പോന്നോളും. അപ്പോൾ കൂടുതൽ ചതക്കരുത് കേട്ടോ. കൂടുതൽ ചതച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങ് ചതഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ 2 ചത മതി, നല്ല സുഖമായിട്ട് അതിൽ നിന്ന് അങ്ങ് വിട്ടങ്ങ് പോന്നോളും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൈയുടെ ആ ഒരു കൈപ്പത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറച്ചും കൂടി സുഖമായിട്ട് ഇതായിട്ട് പോരും. പിന്നെ പറിച്ചെടുക്കാനൊന്നും നിൽക്കണ്ട, അതിൽ നിന്ന് അങ്ങ് സുഖമായിട്ട് അങ്ങ് പോന്നോളും. അപ്പോൾ നമ്മൾ അതങ്ങ് ചെയ്തെടുത്തു വെളുത്തുള്ളീനെ. ഇനി വെളുത്തുള്ളിയുടെ തോലുകളും അതേപോലെ തന്നെ അതിൻ്റെ ഈ കാല്, ഞാൻ പറയില്ല, ആ ഒരു കാല് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, അത് കളയണ്ട കേട്ടോ. വെളുത്തുള്ളിയുടെ തോലായിട്ടുള്ളത് നമുക്ക് ചെടിക്ക് ഇട്ട് കൊടുക്കാൻ വളരെ നല്ലതാണ്. ഈ കോലില്ലേ, ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ട് നമ്മുടെ അരി, പച്ചരി, പയറ്, നമ്മുടെ പൾസസില്ലേ, അതിലൊക്കെ ഈ ചെള്ള് അങ്ങനത്തെ സാധനങ്ങൾ വരാതെ, പ്രാണികൾ വരാതെ ഇരിക്കാൻ വേണ്ടി ഇത് അതിനകത്തോട്ട് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ രണ്ടും വേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ കുഞ്ഞുള്ളിയിലാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ കുഞ്ഞുള്ളിനെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ കടഭാഗത്ത് ഇത്തിരി കട്ടിയായിരിക്കുമല്ലോ, അതിനകത്തല്ലേ 2, 3, 4 ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ വശവും അതേപോലെ തന്നെ അതിൻ്റെ വാല് ഭാഗം രണ്ടും ജസ്റ്റ് ഒന്ന് നമ്മൾ ചെത്തിക്കളയാണ്. വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. അത് രണ്ടും ഒന്ന് ചെത്തിക്കാട്ടി കളയാണ്. കാരണം നമുക്കൊരു എളുപ്പപ്പണിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളിനെ നമ്മൾ ഇതളുകളാക്കിയേ വെച്ചിട്ടുള്ളൂ, അതിൻ്റെയും ഇതേപോലെ കടയും വാലും നമുക്ക് കളയണം. അപ്പോൾ ഇത് വെളുത്തുള്ളി നമ്മൾ ഇതാക്കുന്ന മുമ്പ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കയ്യിൽ ലേശം വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈക്ക് വെളുത്തുള്ളിയുടെ ആയാലും ഉള്ളിയുടെ ആയാലും സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. എത്ര കഴുകിയൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ സ്മെല്ല് പിടിക്കില്ല, എണ്ണമയം ഉള്ള കാരണം കൊണ്ട്. അതേപോലെ തന്നെ കൈക്ക്, അതായത് വെളുത്തുള്ളിയുടെ നീര് അലർജി ആയിട്ട് തോന്നുന്നവരായാലും ഇതേപോലെ എണ്ണ പുരട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് പിടിക്കില്ല. അപ്പോൾ നമ്മളിത് ആ രണ്ടും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നല്ല ചൂട് തോന്നുന്ന രീതിയിലുള്ള ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ. അതിനുശേഷം നമ്മൾ നല്ലപോലെ തിരുമ്മിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ മണ്ണിൻ്റെ പാത്രം എടുത്തതെന്താണെന്ന് വെച്ചാൽ ചൂട് നല്ലപോലെ നിൽക്കും. വേറെ പാത്രങ്ങളാണെങ്കിൽ പെട്ടെന്ന് ആറിപ്പോവും. പക്ഷെ മണ്ണിൻ്റെ ആയതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ ചൂട് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. ഇനി നമ്മൾ ഈ തോല് കളയാനായിട്ട് എളുപ്പത്തിലൊരു ട്രിക്ക് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രഷില്ലേ, ഇത് ഞാൻ പുതിയത് മേടിച്ചതായിട്ടാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷല്ല. അതിൻ്റെ ഈ അറ്റത്ത് മിക്ക ബ്രഷിൻ്റെയും നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഇതായിട്ട്, അത് നാക്ക് വടിക്കാനും കൂടി എളുപ്പം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുഞ്ഞു ഇതുകളുണ്ടാവും അതിൻ്റെ ബാക്ക് വശത്ത്. അതായത് നാരുള്ളതല്ല, അതിൻ്റെ ബാക്ക് വശത്ത്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഈ നല്ല പോലെ കുതിർന്ന് കിടക്കുന്ന വെളുത്തുള്ളിനെ ഇങ്ങനെ ഉരച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് സംഭവം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോന്നോളും. അല്ലാതെയും നമ്മൾ കൈകൊണ്ട് നല്ല പോലെ ഇങ്ങനെ ഞെരടി കഴിഞ്ഞാൽ തന്നെ പോരും. ഇനി പോരാതെ അതിൻ്റെ ചെറിയ സ്കിന്നും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. വേറെ കത്തിയോ ഒന്നും നമുക്ക് വേണ്ട കേട്ടോ. ഇനി അതേപോലെ നമുക്ക് ആ സ്കിന്ന് കണ്ടാൽ തന്നെ അറിയാം, ചൂടുവെള്ളത്തിൻ്റെ ഇതുകൊണ്ട് തന്നെ അതിൻ്റെ കളറൊക്കെ വ്യത്യാസം വന്നതെന്ന് കണ്ടോ. അപ്പോൾ സുഖമായിട്ട് നമുക്ക് വെളുത്തുള്ളിനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ആ വെളുത്തുള്ളിയുടെ ആ തോലും ആ വെള്ളവും കളയണ്ട, ചെടിക്ക് ഒഴിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞുള്ളിനെയും ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി കഴിഞ്ഞാലും സംഭവം പോരും. അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇനിയിപ്പോൾ കൈ ഇട്ടിങ്ങനെ ഇതാക്കാനായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ളവർ അതിങ്ങനെ ഒരു ബ്രഷ് എടുക്കുക, ആളൊന്ന് അങ്ങോട്ട് ആ ഭാഗത്ത് വെച്ച് അങ്ങോട്ട് ഇതാക്കി കൊടുത്താൽ സുഖമായിട്ട് ക്ലീൻ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടും കേട്ടോ. ഈ വെള്ളം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ ചെടിക്കാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒന്നും നമ്മൾ കളയുന്നില്ല, എല്ലാം നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഉപകരിക്കണമല്ലോ. അതേപോലെ ഈ വാട്ടർ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് മുടി കഴുകിയാലും നല്ലതാണ് കേട്ടോ.
ഉള്ളിയുടെ അല്ലേ, വളരെ നല്ലതാണ്. അപ്പോൾ ഇതേ നമ്മൾ ഒക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1-2 പ്രാവശ്യം കൂടി ഒന്ന് വാഷ് ചെയ്ത് വേറെ പ്ലേറ്റിലോട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കുഞ്ഞു ഇപ്പം വെളുത്തുള്ളിയുടെയൊക്കെ ആണെങ്കിൽ ചെറിയ വളരെ തിന്നായിട്ടുള്ളതൊക്കെ ഉണ്ടാവും, അതൊക്കെ കളയാൻ വേണ്ടിയാണ് വീണ്ടും നമ്മൾ 1-2 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ അതിൽ കേടെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളയാം. ഇതാ കുഞ്ഞുള്ളി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഞ്ചി നമ്മൾ ഇതേപോലെ തന്നെ ഒരു 15 മിനിറ്റോളം നമ്മൾ ചെറു ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ സാധാ വെള്ളമായാലും പ്രശ്നമില്ല കേട്ടോ, ഇട്ട് വയ്ക്കുക. ഇട്ട് വെച്ചിട്ട് ഇതേപോലെ തന്നെ ആ ബ്രഷിൻ്റെ ആ അടിഭാഗമല്ലേ അത് വെച്ചിട്ട് ഇങ്ങനെ നിരയി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് പോകുമെന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് പോകും. ഒന്ന് ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ് കേട്ടോ. കാരണം നമുക്ക് ഇഞ്ചിയൊക്കെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ചെയ്യാറുണ്ട്, അതും എളുപ്പമാണ് കേട്ടോ. സ്പൂണിൻ്റെ അത് വെച്ചിട്ട് അങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞാലും എളുപ്പമാണ്. ഇങ്ങനെയും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇതൊരെണ്ണം അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പല പല ഉപയോഗങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് വെള്ളം നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള വെള്ളം ഉണ്ടാവുമല്ലോ, അത് നല്ലൊരു ഉണങ്ങിയ ടവലിലിട്ടിട്ട് നല്ല പോലെ തുടച്ച് വെള്ളം അങ്ങ് കളയാം. എന്നിട്ട് നമ്മൾ ഏതാണോ ബോട്ടിലെടുക്കുന്നത് ആ ബോട്ടിലിനകത്തോട്ട് ഇട്ട് വയ്ക്കാം. അല്ല എന്നുണ്ടെങ്കിൽ അതിന് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മുള വരും നമ്മൾ ഇട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കളയുന്നത്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ അങ്ങ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഇനി ഞാൻ വെളുത്തുള്ളിയുടെ കുറച്ച് എടുത്തിട്ടുണ്ട്, കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതേമാതിരി കുറച്ച് എടുത്തിട്ട് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു ഡബ്ബയ്ക്കകത്ത് ഇട്ട് വയ്ക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒലത്തുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആ വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ടിട്ട് ആ ഒരു കഷ്ണങ്ങളായിട്ട് കിടക്കില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിക്കാനും നല്ലതാണ്, കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ നമ്മുടെ ഒലത്തുകറികൾക്ക്. ഇനി അതേപോലെ തന്നെ ബാക്കി നമ്മൾ മാറ്റി വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒരുമിച്ച് ഇതേപോലെ തന്നെ വെള്ളം കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളമൊക്കെ പോയതിന് ശേഷം മാത്രം, അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമ്മുടെ ഇരിക്കില്ല, പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ടാണ് പറയുന്നത് വെള്ളം കംപ്ലീറ്റ് കളയണമെന്ന് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അതിനകത്ത് ഒരു പ്രിസർവേറ്റീവ് എന്ന നിലയിലാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് കേടൊന്നും ആവാതെ ഇരിക്കാനായിട്ട് കേട്ടോ. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഏതാണോ നമ്മുടെ കയ്യിലുള്ള ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിൽ ഒന്നും ഒഴിക്കരുത് കേട്ടോ, വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല. സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയതാ ഇങ്ങനെ ഒരു ബോട്ടിലിനകത്താക്കി ടൈറ്റ് ചെയ്ത് അങ്ങ് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് അങ്ങ് വെക്കാം. അപ്പം ഇനി ഒരു മാസത്തേക്ക് നമ്മൾ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കേ വേണ്ട, പണി എളുപ്പമായല്ലോ. അപ്പം ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചിട്ടുള്ളൂ, എനിക്കൊരു 2 ആഴ്ചത്തേക്കുള്ളത് ഓൾറെഡി സ്റ്റോക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കുഞ്ഞു ടിപ്പുകൾ വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതുള്ളൂ. പക്ഷെ ഇതിങ്ങനെ ചെയ്തു വെച്ചാൽ രാവിലെ ആയാലും എപ്പോഴായിക്കോട്ടെ നമ്മുടെ അടുക്കളയിലെ പണികൾ ചട്ടപ്പടയെന്ന് അങ്ങോട്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.